ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഒരു ഹമ്മൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഹമ്മൂസ് തന്നെ 2 തരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം ഒരു ഗ്രീൻ ഹമ്മൂസും പിന്നെ നോർമലായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഹമ്മൂസും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഗ്രീൻ ഹമ്മൂസ് ഉണ്ടാക്കാം, അതിനുശേഷം സാദാ ഹമ്മൂസ് ഉണ്ടാക്കാം. അപ്പോൾ ഹമ്മൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് കടല എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളക്കടല എടുത്തിട്ട് തലേദിവസം കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിലടിക്കുന്നവരെ വേവിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇത് ഒഴിച്ച് വയ്ക്കുക. അപ്പോൾ ഇതൊന്ന് തണുക്കുകയും ചെയ്യുമല്ലോ. ഇതിനടിയിൽ വെള്ളം കളയേണ്ട, വെള്ളം നമുക്ക് അരയ്ക്കുന്ന സമയത്ത് ആവശ്യം വരും. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഹമ്മൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് തഹീനി പേസ്റ്റ്. തഹീനി പേസ്റ്റ് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ബോട്ടിലൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വെളുത്ത എള്ള്. ഈ വെളുത്ത എള്ള് ഒരു 3 ടേബിൾ സ്പൂൺ അളന്നെടുത്തിട്ട് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക, സിമ്മിലിട്ട് വയ്ക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും വരും, ചെറുതായിട്ടൊന്ന് കളറ് മാറ്റം വരും. ആ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് മാത്രം ഇത് ഓഫ് ചെയ്താൽ മതി, കരിയരുത് കേട്ടോ. ഇപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള എള്ളൊക്കെ നല്ലപോലെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ഗ്രൈൻഡർ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് ശേഷം വേണം നമുക്ക് ഒലിവ് ഓയിൽ ഒഴിക്കാൻ. പക്ഷേ ഞാൻ നേരെ തന്നെ കൊണ്ടുപോയിട്ട് ഒലിവ് ഓയിൽ ഒഴിച്ചു കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യരുത്. ആദ്യം തന്നെ ഈ എള്ളൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിന് ശേഷം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ അരയാൻ കുറച്ച് പണിയാണ്. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഒഴിച്ചു പോവുകയും ചെയ്തു. എള്ള് നന്നായി പൊടിച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ നൈസായിട്ട് അരച്ചെടുക്കണം. ഇനിയിപ്പോൾ അഥവാ അരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അരച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഹമ്മൂസ് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ വലിയ ഗ്രൈൻഡർ എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ഹമ്മൂസാണ്. അതിലേക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് പാഴ്സലിയുടെ ലീഫ്. ഇത് 1 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളറാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതിട്ട് കഴിഞ്ഞാൽ ഒരു പൊട്ട സ്മെല്ലാവുമെന്ന് വിചാരിക്കേണ്ട. അതൊന്നുമല്ല, നല്ല ടേസ്റ്റുള്ള ഒരു ഫ്ലേവർ തന്നെ ആയിട്ട് മാറും ഇത്. അപ്പോൾ എന്തായാലും ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് തന്നെ എടുക്കാൻ നോക്കുക. 1 കപ്പ് പാഴ്സലി ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇത് രണ്ടും കൂടിയിട്ട് ചേരുമ്പോഴുള്ള ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താണ്. അപ്പോൾ പാഴ്സലി ലീഫ് 1 കപ്പും മല്ലിയില 1/2 കപ്പും. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെള്ളുള്ളിയാണ് കേട്ടോ. വെള്ളുള്ളി ഞാൻ എടുത്തിരിക്കുന്നത് ഒരെണ്ണമാണ്, പക്ഷേ അത് നല്ല വലുതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുത്തോ. ഇനിയിപ്പോൾ തീരെ കുഞ്ഞിതാണെങ്കിൽ 2-3 എണ്ണം ഇട്ട് കൊടുത്തോ. ഇനി ഇതിലേക്ക് പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടലയുടെ വെള്ളം ഉണ്ടല്ലോ അതൊരു 1/2 കപ്പ് അളന്നിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തഹീനി പേസ്റ്റ് അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ 1/2 കപ്പ് കടലയിലേക്ക് കറക്റ്റാണ് കേട്ടോ ഈ ഒരു തഹീനി പേസ്റ്റിൻ്റെ അളവ്. ഇനിയിപ്പോൾ ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുറയേണ്ട. അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല പേസ്റ്റ് പോലെ അരയ്ക്കാതിരിക്കുക. ചെറുതായിട്ടൊരു തരിതരിപ്പ് വേണം, എന്നാലേ നമുക്ക് ശരിക്കുള്ളൊരു ഹമ്മൂസിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങോട്ട് നൈസായിട്ട് അരയ്ക്കാൻ നിൽക്കണ്ട. കുറച്ച് നേരം ഒന്ന് അരച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് ഉപ്പും പുളിയൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും അരച്ചെടുക്കുക. അപ്പോൾ ഹമ്മൂസ് ഇവിടെ ഇപ്പോൾ അരച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായി പകുതി അരച്ചതിന് ശേഷം. ഒന്നും വേണ്ടി വന്നിട്ടില്ല കേട്ടോ. പിന്നീട് പുളിയായാലും ഉപ്പായാലും എല്ലാം കറക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്, എന്നാലോ തരിതരിപ്പുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ ഈ ഒരു ഹമ്മൂസ്. ഇതുപോലെ പാഴ്സലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പോൾ അഥവാ കിട്ടില്ല എന്നുണ്ടെങ്കിൽ മല്ലിയില വെച്ചിട്ടും ഉണ്ടാക്കുക. പക്ഷേ ഇത്രയ്ക്കൊരു കളറും കിട്ടില്ല, ഈ ഒരു ടേസ്റ്റും കിട്ടില്ല. ഇങ്ങനെ പാഴ്സലി വെച്ചിട്ട് തന്നെ ആണെങ്കിൽ അത്രയും നല്ലത്. ഇനിയിപ്പോൾ ഇതൊന്ന് ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഇത് എടുക്കുന്നുള്ളൂ. ഹമ്മൂസ് എപ്പോഴും ഈ ഒരു ഹമ്മൂസ് എന്നല്ല, സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഹമ്മൂസ് ഉണ്ടല്ലോ ആ ഒരു ഹമ്മൂസ് ആണെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ ഹമ്മൂസിന് എപ്പോഴും ടേസ്റ്റ് കൂടുക. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലിരിക്കട്ടെ. ഇനി നമുക്ക് സാധാ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്ന ഹമ്മൂസ് ഉണ്ടല്ലോ അതിന് കളറൊന്നുമില്ല. അതുണ്ടാക്കുന്നത് ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കാം. ഞാൻ വല്ലാതെ വിശദമായിട്ടൊന്നും പറയുന്നില്ല. നേരത്തെ ഉണ്ടാക്കിയ അതേ അളവും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ.
കടല എടുത്തിരിക്കുന്നത് 1/2 കപ്പ് കടല എടുത്തിട്ട് കുതിർത്തി വേവിച്ചത് തന്നെയാണ്. അതിലേക്ക് 1/2 കപ്പ് കടല വേവിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ വെള്ളുള്ളി അരിഞ്ഞതും, പിന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 2 ടേബിൾ സ്പൂൺ തൈര്, അതുപോലെ തന്നെ നേരത്തെ നമ്മളെടുത്ത തഹീനി പേസ്റ്റ് ഉണ്ടല്ലോ, 3 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് വെച്ച് അരച്ചിട്ടുള്ള തഹീനി പേസ്റ്റ് അതേപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് നേരത്തെ അരച്ച അതേപോലെ തന്നെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് തന്നെയാണ്. പിന്നെ എപ്പോഴും അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ, വെള്ളം കൂടി പോവരുത്. ഈ ഒരു തിക്നെസ് എപ്പോഴും ഉണ്ടാവണം. ലൂസായി കഴിഞ്ഞാൽ ശരിക്കുള്ളൊരു ഹമ്മൂസിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം എടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ ഹമ്മൂസ് കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഞാൻ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുറത്തൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുന്ന സമയത്ത് ഹമ്മൂസൊക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണല്ലോ. അപ്പോൾ അത്രയ്ക്കും ഇത് നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് അതിലൊരു ഫോർക്ക് ഒന്നിങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ അതിലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഫോർക്കിൻ്റെ മുകളിൽ നിന്ന് തട്ടിക്കളയണമായിരുന്നു. അത് തട്ടിക്കളയാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത്. ഇനിയിപ്പം മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ പാപ്രിക്ക പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ശരിക്കും വേണ്ടത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ കുറച്ച് കടല വേവിച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒലീവ്സും പിന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലൊക്കെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, എന്നാലും നമുക്ക് ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഇപ്പം എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഒന്നും ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒലിവ് ഓയിൽ എന്തായാലും കഴിക്കുന്ന സമയത്ത് ഒഴിച്ച് കഴിക്കുക. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഗ്രീൻ ഹമ്മൂസ് സെറ്റ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹമ്മൂസിനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായി, ഒരു ഗ്രീൻ ഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ഒരു ഗ്രീൻ കളറിൻ്റെ റെസിപ്പീസ് തന്നെയാണ്. ഗ്രീൻ കുബൂസ്, ഗ്രീൻ ഹമ്മൂസ്, ഗ്രീൻ ചിക്കൻ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേണ്ടവരൊക്കെ ഒന്ന് നോക്കുക. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.